നോമിനേഷൻ ടൈറ്റ് ആവും എന്നുള്ളൊരു ചിന്ത എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതാണ് മെയിനായിട്ട് പറ്റിയ പ്രശ്നം. അതായത് വീക്കായിട്ടുണ്ടായിരുന്ന കുറച്ച് പേര് ഓൾറെഡി മെന്റൽ ബ്രേക്ക് ഡൗൺ വന്ന് ഞാൻ ഒരു പാനിക് അറ്റാക്ക് സ്റ്റേജിലേക്ക് എത്തിയായിരുന്നു. നിങ്ങളത് എത്ര ഒരെണ്ണമല്ലേ കണ്ടിട്ടുള്ളൂ? 13 പ്രാവശ്യം എനിക്ക് പാനിക് അറ്റാക്ക് വന്നായിരുന്നു. രാത്രി 11 മണിക്ക് എന്നെ മെഡിക്കൽ റൂമിലേക്ക് വിളിച്ചിട്ട് എനിക്കൊരു ഡ്രഗ്, അതിന്റെ മരുന്ന് SOS മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് മെഡിസിൻ ഒക്കെ തന്നായിരുന്നു. പല കാര്യങ്ങളിലാണ്, ഒരു കാര്യത്തിലും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആരുടെ ക്ലാരിറ്റി ഉണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും ബാഡ് സിറ്റുവേഷനിലായിരുന്നു മെന്റലി ഞാൻ അതിന്റെ അകത്ത് ഒരു സാഹചര്യത്തിൽ. അപ്പൊ അന്ന് സൈക്കോളജിസ്റ്റിനെ കിട്ടിയ സമയത്ത് ഞാൻ പുള്ളിയുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ആളാണ് എന്റെ അടുത്ത് പറഞ്ഞത്, ജീവിതത്തിൽ നമ്മൾ എല്ലാവരും ക്ലാരിറ്റി ഉള്ളവരല്ല. ക്ലാരിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റും, പക്ഷെ നമ്മുടെ മനസ്സിന്റെ ഏറ്റവും ഡെപ്തിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ക്ലാരിറ്റി ഉണ്ടാവും. ക്ലാരിറ്റി ഇല്ല എന്നാണ് ഗബ്രിയുടെ ഇതെങ്കിൽ അതാണ് ഗബ്രിയുടെ ക്ലാരിറ്റി. ക്ലാരിറ്റി ഇല്ലാത്തതാണ് എന്റെ ക്ലാരിറ്റി എങ്കിൽ ഞാൻ അതാണ് ക്ലാരിറ്റി എന്ന് തന്നെ പറയും. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വന്ന് ശീലമില്ലാത്ത അല്ലെങ്കിൽ വോട്ട് ചെയ്ത് ശീലമില്ലാത്ത ആൾ ഞാൻ തന്നെയാണ്. അപ്പൊ ഞാൻ തന്നെ പോകുന്ന എനിക്ക് അറിയാമായിരുന്നു. ലാസ്റ്റ് മൊമെന്റ് വന്നു കഴിഞ്ഞപ്പോൾ ഓൾറെഡി എനിക്ക് അറിയാമായിരുന്നു. കാരണം അൻസിബയ്ക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ട് ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സത്യം പറഞ്ഞാൽ പവർ റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ആ ഒരു റിസ്ക് എടുക്കാൻ റെഡി ആയിട്ട് തന്നെയാണ് പവർ റൂമിൽ നിന്ന് ഇറങ്ങിയത്. ഒരുപാട് ആഴ്ചകളായിട്ട് ഞാൻ 5 പ്രാവശ്യം പവർ റൂമിൽ നിന്ന ഒരാളാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ വരാത്ത ഒരാളായതുകൊണ്ട് റിസ്ക് കൂടുതലുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇത്രയും നോക്കായിട്ടുണ്ടായിരുന്ന കുറച്ച് പേര് ഓൾറെഡി സേഫ് ആയിട്ടിരുന്ന സ്ഥലത്തായിരുന്നത് കൊണ്ട് ടൈറ്റ് നോമിനേഷനായി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ പോകുമെന്നുള്ളത് ഓബ്വിയസ് ആയിരുന്നു. പിന്നെ എനിക്ക് അറിയാമായിരുന്നു. ലാസ്റ്റ് മൊമെന്റ് വന്നു കഴിഞ്ഞപ്പോൾ ഓൾറെഡി എനിക്ക് അറിയാമായിരുന്നു. കാരണം അൻസിബയ്ക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ട് ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വന്ന് ശീലമില്ലാത്ത അല്ലെങ്കിൽ വോട്ട് ചെയ്ത് ശീലമില്ലാത്ത ആളില്ലെങ്കിൽ ഞാൻ പുറത്ത് പോകും, അല്ലെങ്കിൽ അകത്ത് നിൽക്കും. കാരണം പല ആഴ്ചകളായിട്ട്, ഒരുപാട് ആഴ്ചകളായിട്ട് ഞാൻ 5 പ്രാവശ്യം പവർ റൂമിൽ നിന്ന ഒരാളാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ വരാത്ത ഒരാളായതുകൊണ്ട് റിസ്ക് കൂടുതലുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇത്രയും നോമിനേഷൻ ടൈറ്റ് ആവും എന്നുള്ളൊരു ചിന്ത എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല.